മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് സ്നോഫോൾ. ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്നോഫോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് സ്നോഫോളാണ് ഇത്. അപ്പോൾ നമുക്ക് തേഴ്സ്ഡേ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് സ്നോഫോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അമ്മു സ്കൂളിൽ ലഞ്ച് ബ്രേക്കിന് വന്ന ടൈമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സെയിം ആയിരുന്നു. അമ്മു ലഞ്ച് ബ്രേക്കിന് വന്ന സമയത്താണ് ഇവിടെ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. തൊപ്പി തലയിലൊക്കെ കഴിച്ചിരിക്കണം. സമയം 1:15. നിക്കടി. തലയിലൊക്കെ ഉണ്ട് നിറച്ച ഐസാൻ്റെ. എങ്ങനെയുണ്ടാവും ഫസ്റ്റ് സീസണിലെ മഞ്ഞ്? എവിടെയൊക്കെ മഞ്ഞായതൊക്കെ? നോർമലി നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ സ്നോഫോൾ ഉണ്ടാവാറുള്ളൂ. അധികം സ്നോഫോളൊന്നും നമുക്കങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇവിടെ അങ്ങനെ സ്നോ മൂടി കിടക്കുന്ന ഒരു സ്ഥലമൊന്നും അല്ല കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ജസ്റ്റ് ലാസ്റ്റ് ഇയർ ആണെങ്കിലും 2 പ്രാവശ്യമാണ് ഇവിടെ സ്നോഫോൾ ഉണ്ടായത്. ഇപ്പോൾ ഈ വർഷം ഫസ്റ്റ് കഴിഞ്ഞു. ഇനി എത്രണ്ണം കിട്ടുന്നത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും സ്നോഫോൾ നമുക്ക് ഈ വർഷം 2 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും കുറവായിരുന്നു കേട്ടോ ഈ വർഷം നമുക്ക് സ്നോഫോൾ. ഈ ഫസ്റ്റ് സ്നോഫോൾ ഉണ്ടായത് കുറവായിരുന്നു. ലാസ്റ്റ് ഇയർ ആണെങ്കിൽ ഒറ്റ ദിവസം തന്നെ സ്നോഫോൾ കൊണ്ട് ഇവിടെ ഫുള്ളും സ്നോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ സ്ഥലം ഫുൾ എല്ലാവിടെയും വൈറ്റ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായി. പക്ഷേ ഈ വർഷം നമുക്ക് അത്ര സ്നോഫോൾ ഉണ്ടായില്ല. ഈ പൊടി പോലെ പറക്കുന്നത് പൊടിയല്ല ഗായ്സ്, പൂക്കിക്കുട്ടി വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞാണിത്. നല്ല കാറ്റും ഉണ്ട്. തണുക്കുണ്ടോ പൂക്കി? മഞ്ഞ് പിടിക്കാണോ പൂക്കിക്കുട്ടാ? ഓ, നല്ല തണുപ്പുണ്ട്. നല്ല കാറ്റും തണുപ്പും. നമ്മുടെ ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഒക്കെ അവിടെ കിടന്ന് ആടി കളിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഉള്ളി പോകുഞ്ഞു പൂക്കിക്കുട്ടാ. ഉള്ളിപ്പോ തണുക്കില്ലേ? അമ്മുന്റെ ബ്ലാക്ക് ഡ്രസ്സിന്റെ അവിടെ എത്തുമ്പോഴാണ് കാണുന്നത്. നമ്മുടെ ബാൽക്കണിയിലൊക്കെ വീഴുന്നുണ്ട്. കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ടാ ബാൽക്കണിയിലോട്ട് വീഴുന്നത്. എന്നെ മോങ്ങ കാണിച്ചു. അവൾ ഫുള്ള് നനഞ്ഞ്
തണുത്തിട്ട് ഉള്ളിൽ പോയി. തണുക്കുണ്ടോ പൂക്കിച്ച്? തണുക്കുണ്ടോ? ഉള്ളിൽ പോയോ? ഇങ്ങോട്ട് വായോ. ബാ ആള് മഞ്ഞ് പിടിക്കാണ്. ഇന്നലെ മറ്റേ കല്ലായിരുന്നു, ഇന്നലെ മഞ്ഞായിരുന്നില്ല, പക്ഷെ ഇത് മഞ്ഞാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഫ്രൈഡേ ഉണ്ടായിരുന്ന സ്നോഫോളാണ്. സാറ്റർഡേക്കാളും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നു സ്നോഫോള്. ഇതും അമ്മ കറക്റ്റ് ലഞ്ച് ബ്രേക്കിന് വന്ന ടൈം തന്നെയായിരുന്നു കേട്ടോ. 2 ദിവസവും സ്നോ തുടങ്ങിയത് ഉച്ചയൊക്കെ ആയപ്പോഴാണ്. ഇത് സെക്കൻഡ് ഡേ ഫ്രൈഡേ അമ്മ ലഞ്ച് ബ്രേക്കിന് വന്ന സമയത്താണ് സ്നോഫോൾ ഉണ്ടായത്. ആയിരുന്നോ? അതിങ്ങനെ മറ്റേ ഒരു കുഞ്ഞു ഡിസൈനൊന്നുമില്ല, വെറുതെ കുറെ പാരകള്. It was like so beautiful. സണ്ണും ഉണ്ട് സ്നോയും ഉണ്ട്. മഴ പെയ്തല്ല കുറുക്കിന്റെ കല്യാണം. മറ്റേ ഉണ്ട പോലത്തെ സാധനമായിരുന്നു അത്. അതിൽ നല്ല കട്ടി ഉണ്ടായി. അങ്ങോട്ട് വരുന്നില്ല ഇപ്പൊ. ഇന്നലത്തെ പക്ഷെ ഫ്ലേക്സ് ആയിരുന്നില്ല, കുറച്ച് മറ്റേ ഐസ്. അത് കല്ല് പോലെയായിരുന്നു. അന്ന് വെച്ചാ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു തിന്നാ നോക്കുന്നത്. ഇന്ന് കറക്റ്റ് സ്നോ ആയിട്ട് തന്നെ വീണ്. കുറഞ്ഞു. കാമക്കങ്ങട് ഈ തൊപ്പി എടുത്തില്ലേ? എന്താ ഇങ്ങോട്ട് പോകാം. കണ്ടാലും മൈൻഡ് ഇപ്പൊ കണ്ട് അമ്മന്റെ ക്ലാസ്മേറ്റ് ആണ് പോകുന്നത്. എന്റെ കൈ മരക്കണം. പിന്നെ ജാക്കറ്റിന്റെ ഉള്ളിലിട്ടിട്ട് പിന്നെ വേണ്ട. സ്കൂളിൽ പോണില്ലേ? 15 പോരെ. എത്രയായി ഇപ്പം? അപ്പൊ സമയം എത്രയായി? 7. കണ്ണാട പോലും നനഞ്ഞു. എവിടെ? ബാഗൊന്നും എടുത്തില്ല. ഇവിടെ വേണ്ടത് കുട്ടികളൊക്കെ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും സ്നോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെവി എനിക്കുണ്ടോ? ഈ സാധനം വേണം. എന്റെ കൈ ഞാൻ പെങ്കുനാ. എന്നെയും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കോ? 2 മഞ്ഞുണ്ടോ? മഞ്ഞാണോ? ഇല്ലല്ലേ? കുഴപ്പമില്ല. കുട്ടികളുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയമാണ് കേട്ടോ അത്. അപ്പൊ എല്ലാരും ലഞ്ചൊക്കെ കഴിച്ചത് കുറച്ചുകൂടി പാർക്കിട്ട് കളിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ തെർമൽ ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട്
നന്നായിട്ട് തണുക്കുന്നുണ്ട്. എന്റെ ഫാദറിനെ നോക്കി ഗൈസ്, അത് നിക്കുന്നു. പക്ഷെ സ്നോ വീണിട്ട് അപ്പൊ തന്നെ ഫുള്ളായിട്ട് അലുത്ത് പോവാണ് കേട്ടോ. നിലത്തൊന്നും സ്നോ ഒന്നും ആ ഷേപ്പിൽ തന്നെ വീഴുന്നു കേട്ടോ. മറ്റേ ഒരു ഇവിടെ വീണ് അലിഞ്ഞു പോയി. സ്റ്റാർ അലിഞ്ഞു പോയി. വരട്ടെ നോക്കാം. അങ്ങനെ സ്നോഫോളിൻ്റെ സമയമായപ്പോഴത്തേക്കും പുറത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അകത്തുണ്ടായിരുന്ന ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ സ്നോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നാട്ടിലോട്ടൊക്കെ വിളിച്ച് അപ്പനെയും അമ്മേനെയും പപ്പനെയും അമ്മേനെയൊക്കെ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ സ്നോഫോളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മു സ്കൂളിലോട്ട് പോയി. നമ്മൾ വീട്ടിൽ പോയി പിന്നെയും ബാഗും സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ കടയിലോട്ട് പോയിട്ടോ. സാധാരണ മഞ്ഞാകുമ്പോൾ എല്ലാവരും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാറേ പതിവ്. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഷോപ്പിലോട്ടാണ് പിന്നെ പോയത്. നല്ല വെയിലുണ്ട് കണ്ടോ. ആണോ? ബൈ ബൈ. ബൈ. പൊറോട്ട നോക്കണോ? വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ അമ്മൂനെ സ്കൂളിലാക്കി ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോവാണ്. കടയിൽ പോകണം. നല്ല തണുപ്പുണ്ട്, സൂപ്പർ തണുപ്പുണ്ട്. ഞാൻ ഇറങ്ങി പക്ഷെ തൊപ്പി എടുക്കാൻ മറന്നുപോയി. സംസാരിക്കാൻ പറ്റില്ല, ചുണ്ടൊക്കെ കോച്ച്. ചുണ്ടനങ്ങാൻ പറ്റില്ല, തണുത്തിട്ടില്ല, ചുണ്ടനങ്ങണില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോവുകയാണ് വീട്ടിലോട്ട്. ഇന്നലെ വീണിട്ടുണ്ടായി, പക്ഷെ ഒരു മഞ്ഞ് പോലെ ആയിരുന്നില്ല, ഇങ്ങനെ ഐസ് കട്ട പോലെ ഇന്നലെ വീണത്. ഇന്ന് നല്ല മഞ്ഞായിട്ടാണ് വീണ്ടും. പക്ഷെ വീണാലും നിലത്ത് കിടക്കുന്നില്ല കേട്ടോ. അപ്പം തന്നെ അലുത്തലുത്ത് പോവുക. അധികം വീഴുന്നില്ലല്ലോ, കുറേശ്ശല്ലേ വീഴുന്നുള്ളൂ. എന്ത് കുഞ്ഞാ തണുക്കുണ്ടോ? കുട്ടിക്ക് തണുത്തിട്ട് വയ്യ. എന്താണ് മഞ്ഞ പിടിക്കണ പ്രാണിയെന്ന് പറഞ്ഞിട്ട് അവള് കണ്ടിട്ടില്ലല്ലോ ജീവിതത്തില് മഞ്ഞ. ഇവിടെ തണുക്കുണ്ട് കേട്ടോ. പാവം കുഞ്ഞ ഉള്ളിൽ കേറ്. പൂക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തോ പ്രാണിയാണെന്ന് ഓർത്തിട്ടാണ് പൂക്കി പിടിക്കാൻ വേണ്ടി ചാടിക്കൊണ്ടിരിക്കുക. പൂക്കി ബാ. പൂക്കി വരുന്നില്ല. പക്ഷെ പൂക്കിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്നൊക്കെ എക്സൈറ്റ്മെന്റ് പൂക്കിക്കാണ്. അവള് പ്രാണിയാന്നൊക്കെ പിടിക്കണത്. പിടിച്ചോ 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 പൂക്കി. കിട്ടിയോ? കിട്ടിയില്ലേ? നന്നായിട്ട് കൂടിയിട്ട. നല്ല കാറ്റുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ബാൽക്കണിയിലാണ് കേട്ടോ നിക്കണേ.
നോക്കി. അവൾ പോയാ ദേ നിൽക്കണം. അവിടെ ബാൽക്കണിയിലൊക്കെ വരുന്നത്. എന്താ ഒന്നും കിട്ടുന്നില്ല ഭാവത്തിന്. കഴിഞ്ഞ വർഷം സ്നോ വീണപ്പോൾ ഷിജടൻ കമ്പനിയിലായിരുന്നല്ലേ. ഈ വർഷം സ്നോ അതോടാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ടീച്ചേഴ്സ് പോവുകയാണ്. ഇതേ ഒരപ്പാപ്പൻ സഞ്ചിയൊക്കെ തൂക്കി നമ്മളെ പോലെ പോകുന്നുണ്ട്. തന്നെയല്ല, നമ്മളിതേ കടയിൽ പോവാ. അമ്മ സ്കൂളിൽ പോയി. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. എന്താ പൈസ എടുത്തില്ലേ? 8% ഉണ്ട് മൊബൈലിൽ. നമ്മളങ്ങനെ കടയിലൊക്കെ പോയി വന്നു. സ്നോഫോൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ടൈം ബാൽക്കണിയിൽ തന്നെയായിരുന്നു. നമുക്ക് എന്താണെങ്കിലും സ്നോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് നാട്ടിൽ കിട്ടാത്തൊരു സംഭവം നമുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ശരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കേട്ടോ. സ്നോ പെയ്യുമ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എന്തോ ഒരു സന്തോഷം മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ആ സെയിം ഫീൽ തന്നെയാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്നോഫോളിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ കൂടിക്കൂടി ഇപ്പം അത്യാവശ്യമായിട്ടുണ്ട്. അമ്മു സ്കൂളൊക്കെ വിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും നല്ല സ്നോഫോൾ ആയിട്ടുണ്ട്. നീ നോക്കോ? അങ്ങനെ നമ്മൾ ഈ സ്നോ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂക്കിയെ നമ്മൾ അധികം ബാൽക്കണിയിലോട്ട് വിടാറില്ല കേട്ടോ. സൈഡ് റെയിൽ ഇങ്ങനെ കമ്പി ആയതുകൊണ്ട് അവൾ താഴോട്ട് ചാടുമെന്ന് നമുക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കവറിങ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് അവളെ ബാൽക്കണിയിലോട്ട് വിടാറില്ല. പക്ഷേ ഈ സ്നോയിൽ കളിച്ച് അവളെ ഇടയ്ക്ക് അപ്പുറത്തെ ബാൽക്കണിയിലോട്ട് ചാടി കേട്ടോ. പക്ഷേ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങോട്ട് വരുത്താം. പക്ഷെ നമുക്ക് പേടി താഴോട്ടെങ്ങാൻ വീഴുമോ നമ്മൾ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. പിന്നെ അവളെ ട്രീറ്റൊക്കെ കാണിച്ച് മയക്കിയ ആളെ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ ഒരു സ്നോഫോളിൻ്റെ ഇടയ്ക്ക് പൂക്കി നമ്മളെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു കേട്ടോ ഇടയ്ക്ക്. അങ്ങനെ സ്നോ നല്ല തകൃതിയായിട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സ്നോവും ഫസ്റ്റ് സ്നോ കിട്ടുന്ന ഈ വർഷത്തെ ഫസ്റ്റ് സ്നോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. ഇതേ പതുക്കെ വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ താഴെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.